ഹലോ, എല്ലാവർക്കും ഇഷാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. ഇതാ അതിനാവശ്യമായിട്ടുള്ള ചിക്കനെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഒന്നല്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും അത് ക്ലിയറായിട്ട് എത്തും. പിന്നെ ഇതിനാവശ്യമായിട്ട് ഞാൻ സബോളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു 5 സബോളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സാധാരണ നമ്മൾ ചിക്കൻ കറിക്ക് അരിയുന്ന പോലെയല്ല, കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഇതാ ഇഞ്ചി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ, വെളുത്തുള്ളി എടുക്കുന്നില്ല. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി. പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളിയുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും. ഇത്രയാണ് നമ്മൾ ഇതിന് വേണ്ട ചേരുവകൾ. ഇനി നമുക്ക് ആവശ്യമായ പൊടികളാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഇതിനകത്തോട്ട് ഇനി മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കേട്ടോ. അത് ഏത് ചിക്കൻ മസാലയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ പാൻഡാസിൻ്റെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 കഷ്ണം പട്ടയും അതുപോലെ തന്നെ 1 ഏലക്ക, 1 ഗ്രാമ്പു, ഇത് 3ഉം പൊട്ടിച്ചെടുക്കണം. ഇത് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ചിക്കൻ കറിക്ക് ഒരുപാട് ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പെരിഞ്ജീരകം യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്ത് കൂടി അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് ഇട്ട് ആ എണ്ണയിൽ കിടന്ന് ഈ തേങ്ങാക്കൊത്തൊന്ന് നന്നായി വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് സബോള ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം തേങ്ങാക്കൊത്തൊക്കെ അത്യാവശ്യം നന്നായി വാടി വന്നിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ ചേഞ്ച് ആവുന്ന കണ്ടോ. ആ ഒരു സമയത്ത് ഞാനിത് അതിനകത്തോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അരിഞ്ഞു വെച്ച സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ. നന്നായി സോഫ്റ്റായി കിട്ടുന്നത് വരെ സവോള നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അടി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂൺ ഉപ്പും ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നല്ലോണം സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നല്ലതുപോലെ സോഫ്റ്റായി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിനകത്തോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ആയതുകൊണ്ട് ഞാനിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും സവാളയും നല്ലതുപോലെ വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ. ഏകദേശം ഇതാ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളതിലേക്ക് ആദ്യം എടുത്ത് വെച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി അതിൻ്റെ എല്ലാ പച്ചമണം മാറുന്ന ആ സമയത്ത് വേണം നമ്മൾ ആദ്യം തിരുമ്മി വെച്ച് ആ ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മളത് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കൻ ഇട്ട ഉടനെ തന്നെ നമ്മളത് അടച്ച് വെക്കരുത്. അങ്ങനെ അടച്ച് വെച്ചാൽ ആ ചിക്കൻ കഴിക്കാനൊരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു റോസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. ഒരു 2 സെക്കൻഡ് അടച്ചു വെക്കുക. അതിനുശേഷം അത് തുറന്ന് വീണ്ടും ഇളക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വറുത്ത് കറി വെക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ചിക്കന് കിട്ടുക. അപ്പോൾ നമ്മൾ നല്ലൊരു പെർഫെക്ഷനോടുകൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്ഷമയോടുകൂടി ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു 10 മിനിറ്റ് ചെയ്യാം. അതിനുശേഷം ചിക്കനിലുള്ള ആ ഒരു വെള്ളം സ്വയം ഇറങ്ങുന്നതാണ്. ആ ഇറങ്ങുന്ന ടൈം വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കറിയുടെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഏകദേശം ചിക്കനിലെ വെള്ളമൊക്കെ ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കുക കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മുടെ ചിക്കൻ വേകാനുള്ള ഒരു ടൈമാണ്. ആ ഒരു സമയം വരെ അത് അടച്ചു വെച്ച് ആവിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. 15 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. നമ്മൾ ഒഴിച്ചു കൊടുത്ത 1 ഗ്ലാസ് വെള്ളം കംപ്ലീറ്റ് ആയിട്ടും വറ്റിയിട്ടുണ്ടാവും. ചെറിയൊരു പെരളൻ ടൈപ്പിനാണ് നമുക്കത് കിട്ടുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വയ്ക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ലൊരു ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.